ഈ വൈശാഖ മാസ പുണ്യം തീരാൻ ഇനി കുറച്ച് ദിനങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങുന്ന ഈ അവസരത്തിൽ ഈ ഏകാദശി വ്രതം കൂടി എടുത്ത് നമ്മുടെ പുണ്യഫലം കൂട്ടി കർമ്മഫലഭാരം കുറയ്ക്കാവുന്നതാണ്. അപാരമായ കീർത്തിയും അപാരമായ ധനവും അഭീഷ്ടസിദ്ധിയും വിഷ്ണുപ്രീതിയുമാണ് ഈ ഏകാദശി എടുത്താലുള്ള ഗുണങ്ങൾ വരുന്നത്. കൂടാതെ ദാനം, പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം എന്നിവയെല്ലാം ഈ ഏകാദശി ദിനത്തിൽ നടത്താവുന്നതാണ്. ഈ ഏകാദശി ദിനം നമ്മൾ ഉപവസിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ഗോക്കളെയും സ്വർണത്തെയും ദാനം ചെയ്തതിനുള്ള ഫലമാണ് ലഭിക്കുന്നത്. അതിൻ്റെ ശക്തി അപാരമാണ്. അതുകൊണ്ട് തന്നെയാണ് അപര ഏകാദശി എന്ന പേര് ഈ വ്രതത്തിന് വന്നത്. ക്ഷേത്ര ദർശനം ഈ ദിവസം നടത്തുന്നത് വളരെ പുണ്യദായകമാണ്. മഹാവിഷ്ണു പ്രീതികരങ്ങളായ യഥാവിധി പൂജകളോ അനുഷ്ഠാനങ്ങളോ നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പുരുഷസൂക്ത അർച്ചന എന്നിവയെല്ലാം നടത്താവുന്നതാണ്. ഈ ഏകാദശി ദിവസം എല്ലാ ഭക്തരും നന്നായി ഉപവസിച്ച് അനുഷ്ഠിച്ച് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും എന്നതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. എല്ലാ ഭക്തർക്കും ഈ ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം നാരായണ ഹരി ഓം ഹരി ഓം ഹരി ഓം നാരായണ ശാന്തകാര ഭുജഗശ